പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയതിനായി നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തോ നൽകും ഞാനിനി, നന്ദിയാലെന്നും ആഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തോ നൽകും ഞാനിനി, നന്ദിയാലെന്നും ആഴ്ത്തിടും സൃഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. കർത്താവ് നമുക്കൊരു അവസരം കൂടെ തന്നല്ലോ, അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേകർ കിടന്നുറങ്ങി, എന്നാൽ പ്രഭാതം കാണാൻ കഴിയാതെ ഈ ഭൂപരപ്പിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ ദൈവം നമ്മെ സൂക്ഷിച്ച് കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ച് ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഈ പകൽ ചെയ്തല്ലോ. ഇന്ന് പകലിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 95-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 6-ാമത്തെ വാക്യം. 95-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നമുക്കറിയാം, ഇതിൻ്റെ എഴുത്തുകാരനെ പറ്റിയൊക്കെ മറ്റാരുമല്ല, ആമേൻ, ദാവീദ് തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ആമേൻ. ദാവീദിൻ്റെ ഓരോ സങ്കീർത്തനങ്ങളും നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഇവിടെ പറയുകയാണ്, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. പലപ്പോഴും നമുക്കറിയില്ല നമ്മെ നിർമ്മിച്ചത് ആരാണെന്ന്. സ്തോത്രം. ഇപ്പൊ നിർമ്മിച്ച ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുക എന്ന് ദാവീദ് ശക്തമായി വിളിച്ചു പറയുമ്പോൾ, നമുക്കറിയാം, സങ്കീർത്തന വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ തലങ്ങളിൽ ഓരോ സങ്കീർത്തനങ്ങളെയും അതിമനോഹരമായി, അതിഗംഭീരമായി ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഓരോ വേദഭാഗങ്ങളും ഓരോ വാക്യങ്ങളും. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്നൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു.
41:10 നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നും വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്തോത്രം. ആമേൻ. വരുവീൻ, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തുക. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ ഒരു ദൈവ പൈതൽ മുഴങ്കാൽ മടക്കിയാൽ, മോശ ദൈവത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിയ മോശയുടെ മുൻപിൽ ദൈവം അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ മുൻപിൽ ദൈവം ഇറങ്ങി നിന്നു ഒരു മറുപടിക്ക് വേണ്ടി. സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും ഒരു ദൂത് പറയാം. ദൈവമുമ്പിൽ മുട്ടുമടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉറപ്പായും ഇന്ന് പകലിൽ മുട്ടുമടക്കാൻ നമുക്ക് തയ്യാറാകാം. എന്നാൽ 100-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്നെ ദൈവം എന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ഉറപ്പിക്കുകയാണ്, ഈ ദൈവം ഇന്നും എന്നേക്കും അത്ഭുതമായി നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ധൈര്യമായി ദൈവം മുമ്പിൽ മുട്ടുമടക്കാം. പലപ്പോഴും മനുഷ്യൻ തള്ളുമ്പോൾ, ആരുമില്ല ദൈവമേ എന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞാൽ ജനം കേൾക്കുമല്ലോ, വീട്ടുകാർ കേൾക്കുമല്ലോ, എനിക്കാരുമില്ല അപ്പ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞാൽ ജനം കേൾക്കും, വ്യക്തികൾ കേട്ടാൽ എന്ത് ചിന്തിക്കും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് പുറത്താരും കേൾക്കാതെ ഹൃദയതലങ്ങളിൽ വിങ്ങുന്ന ദൈവകുഞ്ഞെ, അഭിഷക്തയെ ദൈവാത്മാവെന്ന പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ വ്യാഴാഴ്ച പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മുട്ടുകുത്തുക. ദൈവമുമ്പിൽ കുടുംബമായി കരുത്തോട് കരം കോർത്തുപിടിച്ച് മുട്ടുമടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യർക്കിപ്പോ ഭയങ്കര തിരക്കാണ്. ദൈവമുമ്പിൽ പോലും 5 മിനിറ്റ് സമയം ചിലവഴിക്കാൻ പോലും കഴിയാതെ മനുഷ്യൻ എന്തിനൊക്കെയോ വ്യാകുലപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മുടെ കർത്താവിനെ ഒന്ന് വണങ്ങാൻ, കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ അതിരാവിലെ തിരുസന്നിധിയിൽ, ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കാൻ മുഴങ്കാൽ മടക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പലപ്പോഴും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ തട്ടിമാറ്റിക്കളയാറുണ്ട്. ഒന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാതെ, സമയമില്ലാതെ മുൻപിലോട്ട് പോകുന്ന ആമേൻ അഭിഷക്തന്മാരെ ഇന്ന് പകലിൽ മുട്ടുമടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ സമയത്തിലേക്ക് നമ്മൾ വരേണ്ടതായി വരുന്നത് ഏറ്റവും അത്യാവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. എന്നാൽ 149-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഒന്ന്, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. അപ്പൊ അതിനെ നിർമ്മിച്ചവൻ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ആമേൻ. സ്തോത്രം. സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും ചമച്ചവൻ,
സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, സകലത്തെയും തൻ്റെ കൈവെള്ളയിൽ കൂടെ സൃഷ്ടിച്ചവൻ, സകലത്തെയും ഒറ്റ വാക്കിൽ ആമേൻ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശബ്ദത്തിൽ ഉളവായി വന്നതുപോലെ ഒരിക്കലും ഉളവാകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പാഴും ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ദൈവകുഞ്ഞ്, നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുഴങ്കാൽ മടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 135 സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ ദാസന്മാർ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാകാം. അതാണ് ഇവിടെ വായിച്ചത്. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവമാകുന്നു, നമ്മെ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ ആമേൻ സ്തോത്രം കയ്യിലെ ആടുകളും തന്നെ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ മാനിക്കും, നമ്മെ ഉയർത്തും. എവിടെ നമ്മെ കരിവാരത്തേക്കാൻ നോക്കിയാലും അവരുടെ നടുവിൽ നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവ പൈതലേ, ഇന്ന് പകലിൽ ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ശബലപരഗതന വൈഡകരാജകൽക്കനാദി അന്തൽക്കമനപരഗതുനി വേദകരാജകൾ പ്രൗഢപരക്ഷം. ഈ പകൽക്കാലം എല്ലാ അധരങ്ങളും സ്തുതി സ്തോത്രങ്ങളാൽ നിറയട്ടെ. എല്ലാ അധരങ്ങളും ദൈവസന്നിധിയിൽ നിറയട്ടെ. എല്ലാ അധരങ്ങളും കർത്താവിന്റെ മുമ്പിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ കർത്താവ് ഞങ്ങളെ പിന്നെയും സഹായിക്കണമേ അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക കുറവുകളുണ്ട് കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥന കുറവുകളുണ്ട്, ആരാധന കുറവുകളുണ്ട് കർത്താവെ. അങ്ങ് ക്ഷമിച്ച് ദൈവമഹത്വം വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.